വരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ വലിയ പിതാവേ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ പ്രത്യേക പ്രാർത്ഥനയിലായിരിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി പറയാം. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന നാം ആകുന്നത് കൃപയാലെന്ന് മാത്രം. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ ഞാൻ ദൈവവചനവുമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച ഒരു പ്രത്യേക വചനമായി ഇന്ന് പകൽക്കാലം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. നാം കഴിഞ്ഞ ആഴ്ചകളായിട്ട് മാസങ്ങളായി സഭയുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളെ നാം ശ്രദ്ധിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒന്നിനു പുറകെ ഒന്നായി നിത്യതയുമായി ബന്ധത്തിൽ നമ്മെ ഒരുക്കുവാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വചനങ്ങളെ നമ്മൾ പ്രത്യേകം ഏറ്റെടുക്കും. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിക്കാൻ പോകുന്ന വചനം തികച്ചും എത്ര പേര് ഈ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ചിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കത് എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഇതാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ദൈവ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ശാപമായി മാറാം. ദൈവം തൻ്റെ മക്കളെ നല്ല ഉദ്ദേശത്തോടെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ അനുഗ്രഹങ്ങൾ എന്തുമായി മാറാം? ശാപമായി മാറാം. ചില ആഴ്ചകൾക്ക് മുമ്പ് നാം ദൈവവചനം പഠിക്കുമ്പോൾ ഈ ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് സ്പർശിക്കാനിടയായാൽ, പക്ഷെ നിങ്ങൾ എത്രത്തോളം ഗ്രഹിച്ചെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥമായിരിക്കുന്നത്? ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ദൈവ മക്കളുടെ ജീവിതത്തിൽ ചില അവസരങ്ങളിൽ ശാപമായി മാറാം. Do you agree with me this morning? Yes. Can you tell me what I actually mean by? Someone from here? നമ്മൾ ശ്രദ്ധിച്ച ഭാഗമാണ്. Part of it. Somebody else from here. Yeah, that is one of the topics we introduced few weeks before. That's very good. ശ്രദ്ധിക്കണം. The K-Time is what he's thinking about. You sit with the big seriousness now. Wonderful. Thank you very much. ഇതിനകത്തില്ലാത്തൊന്നും ഞാൻ സംസാരിക്കത്തില്ല. ഞാനതൊരു ക്ലൂ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജഡത്തിലെ ശൂലവുമായി ബന്ധത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നോട് പറഞ്ഞത് ആ ശൂലം എടുത്ത് മാറ്റുമെന്നല്ല, എന്റെ കൃപ നിനക്ക് മതിയെന്ന്. എന്നാൽ അതിനുശേഷം പൗലോസ് തന്റെ കഷ്ടത്തിൽ പ്രശംസിക്കാനായി ഇടയായിരുന്നു. കാരണം ആ കഷ്ടത്തെ കുറിച്ചുള്ള വെളിപ്പാട് തനിക്ക് പ്രാപിച്ചു. ഓർക്കുന്നുണ്ടോ? അവിടെ എങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? വെളിപ്പാടിന്റെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് അടങ്ങണം. കാരണം വെളിപ്പാട് ദൈവം നൽകിയതിനു വേണ്ടിയാണ്, അനുഗ്രഹമായിട്ടാണ്, ദൈവസഭയുടെ അനുഗ്രഹമായിട്ടാണ്. എന്നാൽ അത് ശാപമായി മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ നിന്ന് വളരെ അടിസ്ഥാനപരമായ കാര്യം നാം ഒരുമിച്ച് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ആർക്കെങ്കിലും ഒന്ന് അസ്യൂം ചെയ്യാമോ ഏത് വേദഭാഗമായി ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത്? വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണ് പെട്ടെന്ന് വരും. കാരണം ദൈവമക്കൾ ദൈവവചനം അറിയാവുന്നവരാണ്. ഓക്കെ, എന്നാ അതിലോട്ടല്ല പോകുന്നത്. അതെ, ഓഫറിങ്ങിനെ ആചാരം പറയാൻ വന്നു. ഓഫറിങ്ങൊക്കെ വരും നടത്താഴ്ച നമുക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിന് കൊടുക്കുന്നതും അതല്ല, ഇപ്പൊ അതല്ല. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം
എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം കുറിവാക്യമായി എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഇവിടെ വായിക്കുന്നതായിരിക്കും. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ച് നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി ഞാൻ നിന്നെ നിലത്ത് തടയിട്ടു. മതി ശ്രദ്ധിക്കണം. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. അതുകൊണ്ട് എല്ലാവരും വാക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വളരെ സീരിയസ് ആയ വിഷയമാണ് നാം ശ്രദ്ധിക്കുന്നത്. എല്ലാവരും ഒരു വാക്ക് പ്രാർത്ഥിക്കണം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചനത്തിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. തിരുവചനം ഞങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോ. കർത്താവേ, ഇന്ന് പകൽക്കാലം മാറ്റമില്ലാത്ത തിരുവചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് തിരുവചനത്തിലെ യാഥാർത്ഥ്യ സത്യങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ഗ്രഹിക്കുമ്പോൾ ശത്രുവിന് ഒരു പുകഴ്ചയും ലഭിക്കരുത്. കർത്താവേ, അവിടുത്തെ നാമം മാത്രം ഉയർത്തപ്പെടണം. ഈ യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ ഗ്രഹിച്ചിട്ട് ആത്മിക പോരാട്ടത്തിൽ ജയാളികളായി തീരുവാൻ ഞങ്ങൾക്ക് ഏവർക്കും അവിടുന്ന് കൃപ നൽകണം. ഇന്ന് പകൽക്കാലം തിരുവചന യാഥാർത്ഥ്യങ്ങളെ, സത്യങ്ങളെ ഏത് ആത്മാവിൽ എഴുതിയിരിക്കുന്നുവോ അതേ ആത്മാവിൽ ഗ്രഹിക്കുവാൻ ദിവ്യകൃപ ഞങ്ങളുടെ മേൽ എല്ലാത്തിലും മുതലേ മഹത്വപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. നാം വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും കടന്നു വരാം. തോമസ് പുറന്നോട് വായിച്ചേ. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുൻപിൽ ഇട്ടുകളഞ്ഞു. ഇവിടെ രേഖപ്പെടുത്തുന്നത് ആരെ കുറിച്ചാണ്? ലൂസിഫറിന്റെ പരാജയത്തെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയെ മുഴുവനായി നാം വിലയിരുത്തുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയിൽ പെട്ടതാണ് ദൂതഗണം. ആ ദൂതഗണത്തിൽ തന്നെ വ്യത്യസ്ത റാങ്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേഴ്സണായി ഇപ്പൊ ഇവിടെ വെളിപ്പെട്ടത് ആരാ? ലൂസിഫർ. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ദൈവം പിശാചിനെ സൃഷ്ടിച്ചു എന്ന്? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്ന് കൈവോക്കിയ പിശാചിനെ ദൈവം സൃഷ്ടിച്ചു. ഞാൻ 18 വർഷം സെമിനാരി പഠിപ്പിച്ച ആളാണ്. പഠിക്കാൻ വന്ന വിദ്യാർത്ഥി പലരും ചോദിച്ചിട്ടുണ്ട് ദൈവത്തിന് ആ തെറ്റ് കാണിച്ചതെന്നുള്ളത്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം പിശാചിനെ സൃഷ്ടിച്ചില്ല. ദൈവം ദൂതഗണത്തെയാണ് സൃഷ്ടിച്ചത്. ആ ദൂതഗണത്തിൽ വരുമ്പോൾ ഈ ലൂസിഫർ എക്സെപ്ഷണൽ പേഴ്സണാലിറ്റി, ഏതാണ്ട് ദൈവം കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറിയാണ്. നമുക്ക് വചനത്തിലൂടെ ഈ ലൂസിഫറിന്റെ സൃഷ്ടിയെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗം ദൂതഗണം. ഇവൻ ലൂസിഫറും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സ്തോത്രം. നാം ശ്രദ്ധിക്കുമ്പോൾ 28-ന്റെ 13-ഉം 15-ഉം വാക്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ very specifically mentioned that he was a created being. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിത്വം. വീണ്ടും അതിന്റെ 13-ാം വാക്യത്തിൽ വരാമെങ്കിൽ ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയുമായി ബന്ധത്തിൽ ഒരു പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. ഇവിടെ കൊണ്ടുവരുന്നത് he was perfect
in everything. He was marked by perfection. Particularly 12 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. He was marked by perfection in every aspect. ഇനിയും ആ സൃഷ്ടിപ്പ് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച പൊടിയിൽ നിന്നല്ലേ. എന്നാൽ ഇവിടെ ലൂസിഫറിനെ സൃഷ്ടിച്ച തലങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. ഇനി അതിന്റെ അനന്തരഫലമായി അടുത്തത് പറയുന്നത് 12-13 ശ്രദ്ധിച്ചാൽ he was perfect in beauty. മലയാളത്തിൽ പറയുന്നത് സൗന്ദര്യ സമ്പൂർണ്ണൻ, പരമസുന്ദരൻ. നമുക്ക് മിസ് വേൾഡും മിസ് ഇന്ത്യയും മിസ് USA ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ പെർഫെക്റ്റ് ഇൻ ബ്യൂട്ടി എന്ന നിലവാരത്തിൽ വന്ന വ്യക്തിത്വമാണ് ലൂസിഫർ. ഇനി അടുത്ത പ്രത്യേകത ആ സെന്റൻസിൽ തന്നെയുണ്ട്. ജ്ഞാനസമ്പൂർണ്ണൻ, പെർഫെക്റ്റ് ഇൻ വിസ്ഡം. നമുക്കൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ട്, ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇപ്പോഴേ മനുഷ്യൻ മാക്സി വരപ്പാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൊള്ളാം. പക്ഷേ അജ്ഞാനത്തിന്റെ സമ്പൂർണതയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിത്വം നമുക്കെല്ലാം ഭാഗികമായിട്ട് മാത്രമാണ്. ഇനിയും അഞ്ചാമത്തെ പ്രത്യേകത, he had a special position. 28-14. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സിംഹാസനത്തിനോട് അടുത്തായിരുന്നു പുള്ളിയുടെ ശുശ്രൂഷയും തലങ്ങളും എല്ലാം. 5 കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് വിലയിരുത്തി നോക്കി. ഒന്നാമതായി, he was created by God. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. 2, created with perfection in every area. പൂർണ്ണത. ആ പൂർണ്ണതയെ വിലയിരുത്തുമ്പോൾ സൗന്ദര്യത്തിന്റെ പൂർണ്ണത, ജ്ഞാനത്തിന്റെ പൂർണ്ണത, ഇനി പൊസിഷനും. ദൈവം ഇത്രയും പ്രിവിലേജ് വരെ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. God gives privileges even today with his people. God gives privileges. ദൈവം പദവികൾ കൊടുക്കും, ഇന്നും കൊടുക്കും. അത് ആരംഭിച്ചത് ലൂസിഫറിൽ. ഒരു ഹൈപ്പത്തറ്റിക്കൽ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവം എന്താണ് ഈ പൂർണ്ണതകളെല്ലാം കൂടെ ഈ വ്യക്തിക്ക് കൊടുത്തപ്പോൾ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന എന്തോ ഒടിഞ്ഞിരിക്കുന്ന ഇതെല്ലാം ലൂസിഫറായി തീർന്നോ, നല്ല വ്യാജായി തീർന്നോന്നാണോ ദൈവം ആഗ്രഹിച്ചത്? എന്തോ ഗുഡ് ആൻസർ. പക്ഷേ ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടൊന്ന് കയറ്റി കൊണ്ടുവരാം. യെസ്, ദൈവം കൊടുത്ത മാനത്തിനനുസരിച്ച് ദൈവത്തെ ആരാധിക്കണം. Somebody else. Come on, വാഴാചാര്യം ഇരിക്കുന്നു. വേറെ ഒന്നിനും വേണ്ടി വാ കൊടുക്കാൻ പറ്റില്ല. ആശീർവാദം ഇനി ഇവിടെ മുന്നിരിക്കുന്ന പുള്ളികളോടും വീട്ടിൽ വെച്ച് പറഞ്ഞേക്കണം. ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിച്ചു തുടങ്ങിയാൽ ആശീർവാദം വരെ. ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സിന്റെ ജോലിയാണ് ഇവരോടെല്ലാം പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ വാ വിളിക്കണം. പറ, എന്തുവാ ദൈവത്തിന്റെ ഉദ്ദേശം? ദൈവത്തെ സ്നേഹിക്കുവാൻ, പിന്നെന്തുവാ? ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ ബഹുമാനിക്കുവാൻ. പറയേണ്ട ഒരു പോയിന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആണ്ടാ ഉത്തരവാദിത്വം വന്നു. ശ്രദ്ധിച്ചുകൊള്ളണം. ദൈവം ഈ പദവികളൊക്കെ കൊടുക്കുമ്പോൾ ഇതൊരു ഹൈപ്പോത്തസിസ് അല്ല, വെറുതെ അസ്യൂം ചെയ്യല്ല. യാഥാർത്ഥ്യം ദൈവം ആഗ്രഹിച്ചത് ദൈവം എത്രത്തോളം അങ്ങോട്ട് ഉയർത്തി മാനിച്ചു,
ദൈവം ആഗ്രഹിച്ചത് ആ പദവി ലഭിച്ചപ്പോൾ അതനുസരിച്ച് വിനയം പൂണ്ട്, താഴ്മ പൂണ്ട്, എളിമയോടെ. രണ്ടാമത്തേത് submissing to heavenly authority. ദൈവം എന്തിന് ഇത് പൂർണ്ണതയെല്ലാം കൂടെ കൊടുത്തു എന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്വർഗീയ അധികാരത്തിന് ഒന്ന് കീഴ്പ്പെട്ട. മൂന്നാമത്തേത് പരിശുദ്ധനായ ദൈവം ഇദ്ദേഹത്തെ ഈ പൂർണ്ണതയിൽ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ walk in purity, വിത്തികഞ്ഞ വിശുദ്ധിയുടെ പ്രമാണത്തിൽ ദൈവത്തെ പിൻപറ്റണമെന്ന് ദൈവം ആഗ്രഹിച്ചു. നാലാമതായി ദൈവസന്നിധിയിൽ കൺസിഡറിംഗ് ഓൾ ദ പ്രിവിലേജസ്, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ. ഇനിയും അഞ്ചാമത്തേത് ഞാൻ നോട്ട് ചെയ്തത്, ഇതെല്ലാം ശരിയാണെങ്കിലും എല്ലാ യോഗ്യതയോടും കൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ദിവ്യ സേവ അവൻ ചെയ്യുവാൻ. ഇന്ന് പകൽക്കാലം ലൂസിഫറിന്റെ വീഴ്ചയെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. വീണ്ടും നമ്മൾ അതിലേക്ക് ആഴത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്നാൽ പ്രാരംഭ ദിശയിൽ തന്നെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ, മാറ്റമില്ലാത്ത വചനത്തിലൂടെ തരുന്ന ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തു. ദൈവം എല്ലാ കാലത്തും പദവികൾ, പ്രിവിലേജുകൾ ദൈവജനത്തിന് കൊടുക്കും. പക്ഷെ ദൈവം പദവികൾ നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ what's supposed to be our approach? First of all, approach his throne with a humility, താഴ്മയോ വിനയത്തോ. രണ്ട്, submissive to his heavenly authority. മൂന്ന്, walk before him in purity, വിശുദ്ധിയുടെ പ്രമാണത്തിൽ നടക്കണം. മാത്രമല്ല തികഞ്ഞ വിശ്വസ്തയോടെ അവന്റെ ദിവ്യ സേവനം ചെയ്യാം. ഇതാണ് ദൈവം ഉദ്ദേശിച്ചത്. എന്നാൽ ലൂസിഫറിന് എന്തോ സംഭവിച്ചു? നമുക്ക് ആ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. വലിയ കുറിവാക്യം, നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി, ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. ഓക്കേ, നിന്റെ സൗന്ദര്യ നിമിത്തം നിഗളിച്ചു. നമ്മുടെ വിഷയം എന്താ ഇന്ന് രാവിലെ? What is our topic? അനുഗ്രഹം ശാപമായി മാറാൻ സാധ്യതയുണ്ട്. ലൂസിഫറിന് ദൈവം അനുഗ്രഹമായി കൊടുത്തതാണ്. ദൈവനാമം മഹത്വത്തിന് വേണ്ടി കൊടുത്തതാണ്. എന്നാൽ അത് അനുഗ്രഹം ശാപമായി തീരാൻ ഇടയായി തീർന്നു. കാരണം എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിച്ചതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. താഴ്മ എന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ലൂസിഫറിൽ കടന്നത്. അതിന്റെ കാരണം പ്രത്യേകം പറയുന്നു. സൗന്ദര്യം നിമിത്തം, ജ്ഞാനം നിമിത്തം, പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. കണ്ണാടിയുടെ മുമ്പിൽ മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ ദിവസക്കാരാണല്ലോ ഇരിക്കുന്നല്ലേ. വേണ്ടാത്തടത്തൊക്കെ പോയി കണ്ണാടിയുടെ മുമ്പിൽ കുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ വേണ്ടാത്തടത്തൊക്കെ പോയി കണ്ണാടിയുടെ മുമ്പിൽ കുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ ലൂസിഫർ ദൈവത്തിന്റെ സന്നദ്ധയിൽ പരാജയപ്പെട്ടു. അവന്റെ സൗന്ദര്യ നിമിത്തം. വിദ്യാഭ്യാസം നല്ലതാണ്, നോളജ് നല്ലതാണ്, ബിസിനസ്, ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. അത് ദൈവത്തിന് മാനമായി തീരുന്നില്ലെങ്കിൽ എന്നും മനസ്സിലാക്കിക്കൊള്ളണം.
അത് നിന്റെ ജീവിതത്തിൽ ശാപമായി മാറും. ഇനി ഞാൻ പറയുന്ന കാര്യം തികച്ചും യാഥാർത്ഥ്യമാണ്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. ഞാൻ തികച്ചും ഒരു സെമിനാരിയനായിട്ട് 18 വർഷം സെമിനാരിയൻ പഠിപ്പിച്ചു. എന്നാൽ ഒരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തു, ഇവൻ വേദശാസ്ത്രത്തിൽ പോലും ജ്ഞാനം വർദ്ധിച്ചു കഴിയുമ്പോൾ ചിന്താഗതികൾ പലപ്പോഴും ദൈവം ആരെന്ന് ചോദിക്കുന്ന നിലവാരത്തിൽ പോയിട്ടുണ്ട് പലരുടെയും ജീവിതത്തിൽ. യേശുക്രിസ്തുവിന്റെ മനുഷ്യജന്മം ലബോറട്ടറിയിലൂടെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചവരുണ്ട്. ജ്ഞാനം വർദ്ധിക്കുമ്പോൾ ലൂസിഫറിൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ ശാപമായി തീരാനിടയായി തീർന്നു. കാരണം അതവനെ നിഗളത്തിലേക്ക് നയിച്ചു. ഇനി ആ നിഗളത്തിലേക്ക് നയിച്ച വിധം ശ്രദ്ധിക്കണം. എസെക്കിയേൽ പ്രവചനം വിട്ടേച്ച് യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് വരണം. ഇവിടെ ശ്രദ്ധിച്ചോണം. 14-ാം അധ്യായത്തിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. ഞാൻ സ്വർഗ്ഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ഫസ്റ്റ് പേഴ്സൺ യൂസേജ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോ. എന്തോ ഞാൻ 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 എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? 5 പ്രാവശ്യം. I will, I will, I will, I will. ദൈവം വിവേചിക്കുന്നു. A true Christian is not I, but a true Christian is a C. Are you with me? A true Christian is not an I. എന്ന് പറഞ്ഞാൽ ലംബായിട്ട് നിൽക്കുക. ആരാ? ഞാനാ. സി എന്ന് പറഞ്ഞാലോ എ നീലിംഗ് ക്രിസ്ത്യൻ. ഓക്കെ, അതൊരു ദൂരം. ലൂസിഫറിന്റെ പരാജയം ഇൻ ഡീറ്റെയിൽ യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. ഈ 5 പ്രാവശ്യം അഴി ഉപയോഗിച്ച് എന്താണെന്ന് ശ്രദ്ധിച്ചോണം. 1, he decided to share God's abode. ദൈവത്തിന് മാത്രമായി വെച്ചിരിക്കുന്ന സിംഹാസനം ഉണ്ടല്ലോ, ആ സ്ഥലമുണ്ടല്ലോ. പുള്ളി ഇപ്പൊ ചിന്തിച്ചിരിക്കുക, ഞാൻ അവിടെ പോകുന്നു, ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം തന്നെ സൃഷ്ടി ഇപ്പോൾ സൃഷ്ടിച്ചവന്റെ മുകളിൽ കയറാൻ. രണ്ടാമത്തത് അടുത്തായി കാണുന്നത്, he decided to control heaven's host എന്ന് പറഞ്ഞാലോ ദൂതഗണത്തിന്റെ കർത്തൃത്വം മുഴുവൻ പുള്ളി ഏറ്റെടുക്കാൻ പോകും. ഈ ഇവിടുത്തെ അത് തന്നെ ആയിരിക്കും ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ്, നേവി, എയർഫോഴ്സ്, ആർമി, ഇതിന് 3 ലീഡേഴ്സാണ്. എന്നാൽ ഇതിന്റെ 3ന്റെയും കൂടെ ലീഡറായിട്ട് വരുന്ന ഒരാളാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശങ്കർ ദയാൽ ശർമ്മ. കാലും വയ്യാതെ ഒത്തി നടക്കുമ്പോഴും പുള്ളിയായിരുന്നു കമാൻഡർ, അല്ലേ, കമാൻഡർ ഇൻ ചീഫ്. സർവശക്തനായ ദൈവമാണ് സകലത്തിന്റെയും അൾട്ടിമേറ്റ്. മുഴുവൻ ദൂതഗണത്തെയും നയിക്കുന്നവൻ അവനാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ പുള്ളി ഹൃദയത്തിൽ തിരിച്ചു, ദൈവത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇനി 3-ാമത്തേത്, he decided to control God's chosen people എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കീയെ കയറിയാ തൊട്ടത്. 4-ാമത്,
He desired the glory which belongs to God alone. ദൈവത്തിന് മാത്രം ലഭിക്കേണ്ട മഹത്വം എനിക്ക് വേണമെന്ന് ചിന്തിച്ചു. അഞ്ചാമത്തേത്, he desired the power and authority of the Most High. ദൈവത്തിന്റെ സർവ്വ അധികാരം തനിക്ക് പിടിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ ഭാഷയിൽ ഈ പുള്ളിയെ ചിത്രീകരിക്കുകയാണ്. പുള്ളി എന്താ ആള്? നമ്മുടെ മലയാള ഭാഷയിൽ ഇദ്ദേഹത്തെ ചിത്രീകരിക്കുകയാണ്. പുള്ളിക്ക് ഒരു പേര് കൊടുക്കാം. അധികാരം കുഴപ്പമില്ല, ഇംഗ്ലീഷിലാണ് പറ. I'll tell you, politician. ചരിത്രത്തിലെ ആദ്യത്തെ പൊളിറ്റീഷ്യനാണ് ആരാ? ലൂസിഫർ. ആർക്കെതിരെയാ പൊളിറ്റിക്സ് പറയുന്നത്? ഇത് മനസ്സിലായി? യാഥാർത്ഥ്യമാണ്. ഞാൻ ദൈവവചനത്തിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ വിറയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് വിളമ്പുന്ന ദൂതം. രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ ദൈവസഭയ്ക്കകത്താകട്ടെ ദൈവസഭയ്ക്ക് വെളിയിലാകട്ടെ ശ്രദ്ധിച്ചു കൊള്ളണം. ഇതിന്റെ ആരംഭം ലൂസിഫർ. സഭയ്ക്കകത്ത് രാഷ്ട്രീയമൊന്നും കാണേണ്ട ആവശ്യമില്ല. അതൊക്കെ വന്നുകൂടിയത് ദൈവത്തിന്റെ പ്രമാണത്തിന് വിരോധമാണ്. എനിക്കറിയാം ഈ പ്രസംഗം വെബ്സൈറ്റിലൂടെ വരുന്നതാണ്. എന്നാൽ ഇത് പൂർണ്ണ കോൺഫിഡൻസ് ചെയ്യാൻ പറയാം. ദൈവസഭയ്ക്കകത്ത് ആത്മീയ പ്രസ്ഥാനത്തിനകത്ത് ആര് രാഷ്ട്രീയം കളിക്കുവാൻ ആഗ്രഹിച്ചാലും അത് ശാപമാണ്. ഞാൻ അഭിഷിക്തന്മാരെ മാനിക്കുന്നയാണ്, ലീഡേഴ്സിനെ ബഹുമാനിക്കുന്നയാണ്, ദൈവസഭയെ ആദരിക്കുന്നയാണ്. എന്നാൽ ദൈവവചനത്തിൽ നേരത്തോട്ടോ വലത്തോട്ടോ മാറാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവസഭയ്ക്കകത്ത് രാഷ്ട്രീയമില്ല. ദൈവസഭയ്ക്കകത്ത് പാനൽ സിസ്റ്റമില്ല. ദൈവസഭയ്ക്കകത്ത് ഗ്രൂപ്പ് സിസ്റ്റമില്ല. ആരൊക്കെ ലീഡർഷിപ്പ് കൊടുത്താലും അത് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്നാണ്. കഴിഞ്ഞ ആഴ്ച നാം ശ്രദ്ധിച്ച വചനം മറന്നു പോകുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസഭയ്ക്കകത്ത് ഒരു ഓർഗാനിക് യൂണിയനാണ്. ഒരു ലോക്കൽ സഭ എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിന്റെ ഭാഗമായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ജീവിതം കൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പ്രവർത്തി കൊണ്ട്. 2 ചേരി 4 ചേരിയൊക്കെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതല്ല ദൈവസഭ. ഇത് മുതൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ശാപമായി തീരാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. ദൈവസഭയ്ക്കകത്തുള്ള അങ്ങനെയുള്ള ശത്രുവിന്റെ തന്ത്രങ്ങളെ പരിശുദ്ധാത്മാവിൽ ദൈവജനം ശാസിച്ച് പ്രാർത്ഥിക്കണം. ഈ രാവിലെ സമയം ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, വചനത്തിലൂടെയുള്ള ഹീലിംഗ്, ദൈവവചനത്തിലൂടെയുള്ള ഹീലിംഗ്, ദൈവവചനത്തിലൂടെയുള്ള ഹീലിംഗ്, സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം ഭക്ഷിക്കുമ്പോൾ നാം ഒരുക്കം പ്രാപിക്കും. ചരിത്രത്തിലെ ആദ്യത്തെ പൊളിറ്റീഷ്യൻ ലൂസിഫർ. അവിടെ ആരംഭിച്ചത് ആർക്കെതിരെ? ദൈവത്തിനെതിരെ, ദൈവിക പദ്ധതിക്കെതിരെ. അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? അതാ ശ്രദ്ധിക്കേണ്ടത്. ലൂസിഫർ ഇതിനായി ആഗ്രഹിച്ചപ്പോൾ കുറിവാക്യത്തിലേക്ക് കടന്നുപോയതിന്റെ അവസാന ഭാഗം, ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു, രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം
നിന്നെ അവരുടെ മുൻപിൽ ഇട്ടുകളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ട് ഞാൻ നിന്നെ നിലത്ത് തള്ളി. ദൈവം ഒരിക്കലും ചിന്തിച്ചില്ല, ദൈവം ഒരിക്കലും ഫീൽ സോറി ആയില്ല. അയ്യോ, ഞാൻ ഇങ്ങനെ സൃഷ്ടിച്ച സകല സൃഷ്ടിയിലും ഉന്നതമായ നിലവാരത്തിൽ സൃഷ്ടിച്ചതാണല്ലോ ഇങ്ങനെ ചിന്തിച്ച് ദൈവം റിഗ്രറ്റ് ചെയ്യുമോ? ദൈവം സോറി പറഞ്ഞു? ദൈവം എങ്ങനെ പ്രതികരിച്ചത്? തള്ളിയിട്ടു, വെട്ടിക്കണം. അവിടെയാണ് പിശാചായി മാറിയത്, ഫോർ എവർ ദൈവത്തിന്റെ ശത്രുവായി മാറിയത്. നീ ഓർത്തോണം, പുള്ളി പോയപ്പോ പുള്ളിയുടെ കൂടെ ആരും പോയെന്ന് അറിയാമോ? ഒരു വലിയ കൂട്ടം അവരെ എന്തോ അറിയപ്പെടുന്നു, ഡീമോൺസ്, ഭൂതങ്ങൾ. ലൂസിഫർ പോയപ്പോൾ ഒരു വലിയ സമൂഹം ദൂതന്മാർ, അളിയന്മാർ കൂടെ പോയെന്ന്. ആരുടെ കൂടെ ഒക്കെ സഹകരിക്കാൻ സൂക്ഷിച്ചോണം. ദൈവവചനത്തിന്റെ സത്യങ്ങൾക്ക് മാത്രമേ ദൈവജനം കൂട്ടുനിൽക്കാവൂ. ദൈവം ഒരിക്കലും റിഗ്രറ്റ് ചെയ്തില്ല. ഈ ശൗല്, ദൈവത്തിന്റെ ആ ശൗലിന്റെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴല്ലോ പുതിയ ശ്രദ്ധിക്കണം. ആ സമൂഹത്തിലെ ഏറ്റവും ടോപ്പായ വ്യക്തിത്വം, ഈവൻ ഹൈറ്റിൽ പോലും ശൗലിനെയാണ് ദൈവം കണ്ടത്. പക്ഷെ ശൗല് ദൈവസ്ഥലത്ത് വിട്ടുമാറിയപ്പോൾ അവിടെ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്: ദൈവത്തിന്റെ പ്രതികരണവും പ്രവാചകനായ ശമൂവേലിന്റെ പ്രതികരണവും. ഓർമ്മ നിങ്ങൾ ആരും പറഞ്ഞേ പറ. ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കിയത് കൊണ്ട് അയ്യോ, ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും നല്ല സങ്കടമായി. മനുഷ്യന്റെ പ്രതികരണമാണ്. ശൗലിന്റെ ആ കഴിവുകളെ ഒക്കെ ശമൂൽ അങ്ങോട്ടൊന്ന് കണ്ടുകൊണ്ടാണ് ചെയ്തത്. പക്ഷെ പറഞ്ഞു, യഹോവയോ ശൗലിനെ കുറിച്ച് അനുദപിച്ചു. which means I would not have done that. I would not have given an opportunity to such a person. I would have selected somebody else. അതുകൊണ്ടാണ് പെട്ടെന്ന് ദാവീദിലേക്ക് പോയത്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ കഴിവോ മിടുക്കോ സൗന്ദര്യമോ ഒന്നുമില്ല. നീ അല്ലെങ്കിൽ വേറൊരാൾ ദൈവത്തിനുണ്ട്. ദൈവത്തിന് വേറെ ആരുമില്ലാഞ്ഞിട്ടല്ല എന്നെയും നിന്നെ തെരഞ്ഞെടുത്തത്. IPC ഹെബ്രോൻ സഭയെ ഒരു മിഷണറി ചർച്ചായി ദൈവം കണ്ട് നടത്തുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന് വേറെ ആരുമില്ലാഞ്ഞിട്ടല്ല. It's a privilege. It's a privilege. നമുക്ക് വചനത്തിലേക്ക് വീണ്ടും കടന്നു വരാം. ഈ ലൂസിഫറിനെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു. ലൂസിഫർ അതിന്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ അഹങ്കരിച്ചു. ദൈവം അവനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് സ്റ്റോറി തീർന്നില്ല. മനുഷ്യനുമായി ബന്ധത്തിൽ വരുമ്പോൾ അവിടെ കൊണ്ട് സ്റ്റോറി അവസാനിച്ചില്ല എന്ന സത്യം പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം വെളിപ്പെടുത്തുന്നു. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം, ആദ്യത്തെ കുടുംബം ആരംഭിച്ച Adam and Eve, I consider the most privileged people ever came to this world. കാരണം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരവുമായിട്ട് വന്നതാണ്. ദൈവത്തിന്റെ തോട്ടത്തിൽ എല്ലാ പൂർണ്ണതയിലും ജീവിച്ച് സന്തോഷിക്കാൻ വന്നവരാ. എന്തോ പറ്റി? പിശാച് എന്താ ചെയ്യുന്നു? തോട്ടത്തിൽ ചെന്നു. ആരടുക്കലുണ്ടോ ചെന്ന്? അതിനെ അങ്ങോട്ട് വാങ്ങാൻ I think it is easy for him
സൂക്ഷിച്ചോണം. വീടാനൊക്കെ സാധ്യതയുള്ള പുള്ളിയൊന്നും കേട്ടോ, സൂക്ഷിച്ചോണം. ഇതുകൊണ്ട് വീടുന്നില്ലെന്നല്ല കേട്ടോ, ഒന്നാം പ്രതിയാ. ആശാട്ടി വന്ന് പറഞ്ഞ ഉടനെ ഞാൻ തിന്നു. സൂക്ഷിച്ചോ. ശ്രദ്ധിക്കേണ്ടത്, ഈ പിശാച് അഹംഭാവിച്ച് ദൈവത്തിന്റെ നിന്ന് പോയവൻ അനുഗ്രഹത്തെ ശാപമാക്കി മാറ്റി വയ്ക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മനുഷ്യജാതി ഭൂമിയിൽ ജീവിതം തുടങ്ങിയപ്പോൾ ആ തോട്ടത്തിനകത്ത് കടന്നു. അവൻ ചില കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷെ മുഴുവനും സത്യമല്ലായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞെന്നറിയാം? എന്തൊക്കെ പറഞ്ഞു മനുഷ്യനോട്? വാസ്തവമായി കൽപ്പിച്ചു. വാസ്തവമായി കൽപ്പിച്ചു. ഇനി അർത്ഥം കൂടെ എന്താ പറയുന്നത്? ചില സത്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. കട തുറക്കും. ദൈവത്തെ പോലാകുന്നത് അല്ലയോ? ഇപ്പോഴാണ് ആദാമിന്റെ ഹവ്വയുടെ മനസ്സിൽ കൂടിയത്. ദൈവം ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അല്ലയോ? ഞങ്ങൾ കുറഞ്ഞ പുള്ളികളൊന്നും അല്ലല്ലോ. തികച്ചും ഒരു അഹംഭാവത്തിന്റെ വിത്ത് അവിടെ വിതച്ചു. ഇന്നും മനസ്സിലാക്കിക്കോ, നിന്റെ തോട്ടത്തിനകത്ത് ഇവൻ കടന്നു വരും. നിന്റെ വ്യക്തി ജീവിതമാകുന്ന തോട്ടത്തിനകത്ത് ഇവൻ കടന്നു വരും. നിന്റെ കുടുംബ ജീവിതമാകുന്ന തോട്ടത്തിനകത്ത് ഇവൻ കടന്നു വരും. നിന്റെ മാസ്റ്റർ ബെഡ്റൂം ആകുന്ന തോട്ടത്തിനകത്ത് അവൻ കടന്നു വരും. അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ച് മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആരാധിക്കുന്ന സ്ഥലത്ത് ഇവൻ കടന്നു വരും. അവൻ പറയുന്നത് ഭാഗികമായ കൂട്ട, മുഴുവൻ സത്യവും കാണത്തില്ല. നിന്നിൽ അഹംഭാവത്തിന്റെ വിത്തിനെ വിതയ്ക്കും. ആദ്യ കുടുംബത്തിന്റെ പരാജയം ഇവിടെ തുടങ്ങി. ആദ്യ കുടുംബം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരായി എന്നും നിലകൊള്ളപ്പെട്ടവരായിരുന്നു. എന്നാൽ ഈ ശാപമാക്കുന്ന വിത്ത് അവർ വിതച്ചു. പിന്നെ ശ്രദ്ധിച്ചോ, കൈൻ എന്തോ പറ്റിയത്? കൈനും ഹാബിലും കൂടെ വളരുകയാണ്. പെട്ടൊന്നുമില്ല, രണ്ടുപേരും നല്ല, രണ്ടുപേർക്കും ദൈവം ആരാധനയ്ക്കുള്ള വെളിപ്പാട് കൊടുത്തു. കൈൻ്റെ അകത്ത് ഒരു വിത്ത് പറിക്കാന്നറിയാമോ? നീ ആരാ? നീ ചേട്ടൻ. മറ്റവനാരാ? അവരെ വിളിക്കണ പറഞ്ഞു പോ, പോ. ചേട്ടൻ അവിടെ ഒരു വിത്ത് വന്നു. അതാ പാവം കൂടെ പാലും കാരണം. ചേട്ടൻ വിളിച്ചാൽ അനിയും പോകത്തില്ലേ? തിരിച്ചു വിളിച്ചാൽ അത്രയും നടക്കത്തില്ല അല്ലേ? അനിയൻ വിളിച്ചാൽ അത്രയും പോയത് വരത്തില്ല. ഭാരതത്തിന്റെ വിത്ത്. ഇനി മുന്നോട്ട് ചരിത്രത്തിലേക്ക് വരാം. ബാബേലിന്റെ ചരിത്രത്തിലേക്ക് പോവാ. ഈ ബാബേല് പണിയുമ്പോ എന്തോ മനോഭാവം അറിയാം. കാര്യം എന്നാ? സ്വർഗത്തോളം ഉയരമുള്ളത് പണിയാൻ കാരണം ഈ പുള്ളി വെള്ളപ്പൊക്കം കൊണ്ട് നമ്മളെ നശിപ്പിച്ചു. ഏലിയും വെള്ളപ്പൊക്കം ഉണ്ടാക്കിയെങ്കിൽ ഞങ്ങൾ ചാടി മുകളിലോട്ട് കയറും. അതായത് മനോഭാവം, അഹംഭാവത്തിന്റെ വിത്ത്. നമ്മുടെ മുന്നിൽ സമയമില്ലാത്തത് കൊണ്ട് ഇന്നത്തേക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ, അടുത്ത ആഴ്ച ഈ അന്ധകാരത്തിന്റെ അധിപതി ദൈവജനത്തെ വീഴിക്കുവാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വിളമ്പുന്ന ദൂത് ശ്രദ്ധിച്ചോണം. ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നത്, ദൈവം തന്റെ ജനത്തിന് പദവികൾ കൊടുക്കുന്നത് എല്ലാം നല്ല ഉദ്ദേശത്തോടാണ്. നല്ലതല്ലാത്ത ഒരു ഉദ്ദേശവും ദൈവത്തിനില്ല. നിന്റെ ശാരീരിക തലത്തിൽ ദൈവം നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം. നല്ലൊരു വിദ്യാഭ്യാസം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം. ആവശ്യം പോലെ പണം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം. നിന്റെ ജീവിതത്തിലെ ഇനിയും എബ്രോൺ പോലെ ഇതുപോലൊരു സഭയുടെ ഭാഗമായിരിക്കുന്നത് ദൈവം നിനക്കൊരു പദവി തന്നിട്ടുണ്ട്, അനുഗ്രഹം.
വിശുദ്ധന്മാരുമായി സഹകരിക്കുവാൻ ദൈവം നിനക്ക് അവസരം തന്നിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം. എന്നാൽ ഇതിനെല്ലാം നീ വിലയിരുത്തുമ്പോ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ജീവിതത്തിലെ ഏത് അനുഗ്രഹത്തെയും ശാപമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും ഈ അനുഗ്രഹത്തെ ശാപമാക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയുടെ മുമ്പിൽ വീണുപോയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെയും എന്റെയും ജീവിതത്തിൽ സംഭവിക്കാം. നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി, നിന്റെ സഭ അനുഗ്രഹിക്കപ്പെട്ടതായി എന്നും നിലനിർത്തണം ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ വ്യാപരിക്കുന്ന ശക്തിയെ നീ മനസ്സിലാക്കണം. വീഴുവാനുള്ള സാധ്യതകളുണ്ട്. അനുഗ്രഹം ശാപമായി തീരാൻ സാധിക്കും. ഇന്ന് പകൽക്കാലം തലകളെ വണക്കാം, കണ്ണുകളൊന്ന് അടയ്ക്കാം. ദൈവം ജീവിതം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും മറ്റൊന്നിനും ശ്രദ്ധ പോകരുത്. മറ്റൊന്നിനും ശ്രദ്ധ പോകരുത്. ദൈവം ജീവിതം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും മനസ്സിലൊന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളൊരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കണം. ദൈവത്തിന്റെ ശത്രു പിശാചാണ്, ദൈവ ജനത്തിന്റെ ശത്രു പിശാചാണ്, ദൈവ പദ്ധതിയുടെ ശത്രു പിശാചാണ്, ദൈവദാസന്മാരുടെ ശത്രു പിശാചാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ ഏതെങ്കിലും അനുഗ്രഹത്തെ നിനക്ക് ശാപമാക്കി മാറ്റുവാൻ അവൻ ശ്രമിക്കുന്ന തലമുണ്ടോ? അഹംഭാവത്തിന്റെ വിത്ത് നിന്നിൽ വിതയ്ക്കുന്ന നിലവാരമുണ്ടോ? ദൈവിക പദ്ധതിയെ കൊട്ടി മാറ്റുന്ന തലം നിന്റെ ജീവിതത്തിലുണ്ടോ? ഇന്ന് പകൽക്കാലം ഈ യാഥാർത്ഥ്യങ്ങളെ പ്രത്യേകം ഗ്രഹിക്കണം. ദൈവം തന്റെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള അനുഗ്രഹമായിക്കോട്ടെ, ദൈവം ആഗ്രഹിക്കുന്നത് ആ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മയോടെ, വിനയത്തോടെ, എളിമയോടെ ദൈവത്തെ പിൻപറ്റുന്ന ഒരു നിലവാരം. 2, ദൈവികമായ അധികാരത്തിന്, അത് സ്വർഗത്തിലെ അധികാരത്തിനും ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിനും വിനയപ്പെട്ട് കീഴ്പ്പെട്ട്, അതിലെല്ലാം ദൈവ വചനത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു നിലവാരം. ദൈവം പരിശുദ്ധനായ ദൈവമെന്ന് അറിയുമ്പോൾ ആ വിശുദ്ധിയുടെ പ്രമാണത്തിൽ തന്നെ ദൈവത്തെ പിൻപറ്റുന്ന ഒരു നിലവാരം. പൂർണ്ണ വിശ്വസ്തയോടെ ദൈവത്തെ പിൻപറ്റുന്ന ഒരു നിലവാരം. ഒടുവിലായി ദൈവം കൊടുത്ത സകല മാനത്തിന്റെയും സകല അനുഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ദൈവത്തെ സേവിക്കുന്ന ഒരു നിലവാരം. ദൈവഹിതത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു നിലവാരം. ഇന്ന് പകൽക്കാലം ആത്മിക പോരാട്ടത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ദൈവജനം ദൈവസന്നിധിയിൽ വീണ്ടും എളിമപ്പെടാം, വിനയപ്പെടാം. കേട്ട വചനത്തിന്റെ മുമ്പിൽ നിശബ്ദമായിരിക്കും. ഒരു സമർപ്പണ പ്രാർത്ഥന ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ അത് പ്രാർത്ഥിച്ചോട്ടെ. ദൈവസഭ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ദൈവസഭ മിഷണറി ദൗത്യം നിറവേറ്റുവാൻ വേണ്ടിയാണ്. ഇതിലപ്പുറമായ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല കേട്ടോ. അത് ദൈവജനം ഒത്തൊരുമയോടെ നിൽക്കുമ്പോൾ മാത്രമാണ് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്.
ഈ സമയത്തിൽ എല്ലാവരും തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്നർ കമ്പൽഷൻ നൽകുന്നവരാണ്. ദൈവജനത്തെ വഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ഞങ്ങളുടെ ദൈവം